എല്ലാവരെയും തിരുവനന്തപുരത്ത് എത്തിച്ചതിന്റെ കാരണം നിങ്ങളുടെ ഈ ജോലി നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തിയ ആളുകളാണ്. ആരുടെയും പുറകെ നടക്കാതെ സ്വയം തൊഴിൽ കണ്ടെത്തി അത് ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളാണ് കേരളത്തിൽ. ഇന്നത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ രൂക്ഷമായ വിലക്കയറ്റമാണ്. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. ശരാശരി വില വർധനവ് 50% മീതെയാണ്. പല ഐറ്റത്തിനും അതിൻ്റെയൊക്കെ അപ്പുറം പോയി. ഇപ്പോൾ വെളിച്ചെണ്ണയുടെ കാര്യം തന്നെ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് മലയാളികൾ. 2020 120 രൂപയെ വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പം 480 രൂപയാണ്, 4 ഇരട്ടിയായി. അപ്പോൾ എത്ര ശതമാനമാണ് വർദ്ധിച്ചത്? 4 കൊല്ലം കൊണ്ട് 400%. ഈ പോക്ക് പോയാൽ അത് 500ലേക്കും 600ലേക്കും പോകുന്ന പോക്കാണ് വെളിച്ചെണ്ണയുടെ പോക്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ഇങ്ങനെ താങ്ങും. പക്ഷേ കേരളത്തിൽ അത് ദേശീയ ശരാശരിയുടെ 3 ഇരട്ടിയാണ്. കേരളത്തിൽ 3 ഇരട്ടി. ദേശീയ തലത്തിലുള്ള വിലക്കയറ്റത്തിന്റെ 3 ഇരട്ടിയാണ് കേരളത്തിൽ. ചില ചോദ്യങ്ങളും ചില ആശങ്കകളും ഉന്നയിച്ചപ്പോൾ കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഡോക്ടർ കഫീൽ